പി.കെ. കുഞ്ഞാലിക്കുട്ടി, അങ്ങേക്ക് 14 മിനിറ്റ്. സർ, ഇവിടെ വന്ന എല്ലാം ശരിയാക്കി തരാം എന്നും പറഞ്ഞാണ് നിങ്ങൾ വന്നത്. ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ UAPA ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ UAPA നിങ്ങളും അത് UAPA കൂടെ നിങ്ങളും നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UAPA നിങ്ങളെ സമയത്ത് UAPA ഇട്ടു. സർ, UAPA ഇട്ടു. ഞങ്ങൾ ടാഡക്ക് എതിരാണ്. ഞാൻ അന്ന് തന്നെ അപ്പം തന്നെ ചെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കരുണാകരന്റെ അടുത്ത് പറഞ്ഞു, ടാഡക്ക് ഞങ്ങളെതിരാണ്, ടാഡ ഇടരുത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങളൊരു മതപണ്ഡിതന്റെ പേരിൽ UAPA ഇടുന്ന സ്ഥിതി വന്നു കേരളത്തിൽ. ഇപ്പോൾ നിങ്ങൾ ഇട്ടു, അത് നിങ്ങൾ അറിയാതെ പോവുകയാണ്. അതേപോലെ തന്നെ സർ, ഇവിടെ ഇപ്പോൾ BJP അജണ്ട നടപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സിലബസ് നോക്കി. സിലബസിൽ ഇച്ചിരി പിഞ്ചുകുട്ടികളുടെ മനസ്സിൽ തീവ്രവാദം കുത്തിവെക്കാൻ വേണ്ടി വല്ല വിദ്യാലയങ്ങളിലും വല്ല ശ്രമം നടക്കുന്നതിന് അത്തരം സിലബസുകൾ മാറ്റണം. നമുക്ക് കൂട്ടായി ആലോചിക്കും. പക്ഷെ ആ സിലബസ് മാറ്റുന്ന കാര്യം ആലോചിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതിനു പകരം കേന്ദ്ര ഏജൻസികളുടെ കൂടി കേരള പോലീസും കൂടി നേരെ FIR ഇട്ട് അന്വേഷിക്കുക. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. അതൊരു അഭികാമ്യ നിലപാടല്ല. FIR ഇട്ട് അന്വേഷിച്ച് ഇല്ലാത്ത തീവ്രവാദം. സർ, തീവ്രവാദത്തിനെതിരായി വളരെ ശക്തമായ നിലപാട് നമ്മൾ എടുക്കണം. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനെതിരായി ക്യാമ്പയിൻ ചെയ്യുന്നത്. ശക്തിയായി ക്യാമ്പയിൻ ഞങ്ങളെല്ലാം കൂടി ചേർന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട്. സിലബസ് ഉപയോഗിച്ച് ഒരു ഹാർഡ് നിലപാടെടുക്കുന്ന, കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന നിലപാടിന്റെ അതിനെതിരായി വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത നടപടി എടുത്തോളി. ഞങ്ങൾ കൂടെ നിൽക്കാം. പക്ഷേ തീവ്രവാദം എന്ന് പറഞ്ഞ് FIR ഇട്ട് UAPA പ്രയോഗിക്കുന്ന സമീപനം എടുത്താൽ അത് BJPക്കുള്ള വക്കാലത്തായി പോകും. സർ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഉള്ള ആവശ്യം വരുമ്പോൾ BJP സർ ഇതുകൂടി പറഞ്ഞ് നിർത്തണം. ആവശ്യം വരുമ്പോൾ BJP ഫിനിഷ് ചെയ്യണം. ഈ 2 പോയിന്റ് പറഞ്ഞു സർ. ആവശ്യം വരുമ്പോൾ BJP ഓരോരോ അജണ്ട പുറത്തെടുക്കുകയാണ്. ഇപ്പോഴത്തെ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഏക സിവിൽ കോഡ് അത്യാവശ്യമായതുകൊണ്ടൊന്നുമല്ല. UP ഇലക്ഷനും ബാക്കിയുള്ളതൊക്കെ വന്നപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കമ്മ്യൂണൽ അജണ്ട വേണം. ആ കമ്മ്യൂണൽ അജണ്ട BJP പുറത്തിട്ട്, പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാതെ അപ്പുറത്ത് ചിലര് BJPയുടെ വക്കാലത്തെടുക്കുന്നുണ്ട്. മുത്തലാഖും പറഞ്ഞിട്ട് കെണി ചെന്ന് ചാടണ്ട എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. BJPയുടെ അജണ്ടയാണത്. അല്ലാതെ മുത്തലാഖ് ശരിയാണോ ഇല്ല എന്നുള്ളതല്ല അപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, അത് ബന്ധപ്പെട്ടവർ നോക്കണ്ടേ. പക്ഷേ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർ, ഇവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം ആവശ്യം വരുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ശരി, ആവശ്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള അജണ്ട എടുത്താൽ അവരുടെ പ്രശ്നം തീരും. അതിനുവേണ്ടി അവർ പുറത്തെടുക്കുന്ന വിഷയമാണ് ഇതൊക്കെ. അപ്പോ എനിക്ക് പറയാനുള്ളത് സർ ഇതാണ്. ഇവിടെ വളരെ ശക്തമായി മതേതര വേരുകളുള്ള ഒരു സ്റ്റേറ്റാണ്. തീവ്രവാദത്തിനെതിരായി നിൽക്കണം, ഫാസിസത്തിനെതിരായി നമ്മൾ പോരാടണം. അവിടെയൊക്കെ നിങ്ങൾ LDF ഗവൺമെന്റ് നിങ്ങൾ തെറ്റുപറ്റാൻ നോക്കണം. ഇപ്പൊ UAPA കാര്യത്തിൽ നിങ്ങൾക്ക് കടുത്ത തെറ്റുപറ്റി. അതേപോലെ തന്നെ തീവ്രവാദത്തിനെ നേരിടാനുള്ള സമീപനത്തിൽ FIR ഇട്ട് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റി. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും തെറ്റുപറ്റുന്നുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, ഇത്തരം അഭ്യർത്ഥികളെ ഞാൻ ശക്തിയായി എതിർക്കുന്നു.